ഈ ആയത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു മസ്അലയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങിക്കാമോ പ്രതിഫലം കൊള്ളാമോ എന്നുള്ള വിഷയം. ചില ഫുഖഹാക്കൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലാകട്ടെ ദീൻ പഠിപ്പിക്കലാകട്ടെ അതിനൊക്കെ കൂലി വാങ്ങുന്നത്, കൂലിക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത് ദീൻ പഠിപ്പിക്കുന്നത് നിഷിദ്ധമാണ് എന്നതിന് നമ്മുടെ ഈ ആയത്താണ് തെളിവ് ഉദ്ധരിച്ചിട്ടുള്ളത്. അവർ പറഞ്ഞത് ഈ ആയത്ത് മതവിഷയങ്ങളും മതവിജ്ഞാനങ്ങളും പ്രകടമാക്കണം, പ്രചരിപ്പിക്കണം, മൂടിവെക്കാനും പൂഴ്ത്തിവെക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദ എന്നതിലൂടെ. അപ്പോൾ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ് താൻ അറിഞ്ഞത് നിർവഹിക്കുക എന്നുള്ളത്, താൻ പഠിച്ചത് പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ മേൽ ബാധ്യതയായ ഒരു വിഷയത്തിന് കൂലി വാങ്ങുക, പ്രതിഫലം കൊള്ളുക എന്നത് അനുവദനീയമല്ല. തൻ്റെ മേൽ ബാധ്യതയായ വിഷയമാണ് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ നിസ്കരിക്കുന്നതിന് കൂലി സ്വീകരിക്കുന്നത് പോലെയാണ് പഠിപ്പിക്കുന്നതിനും പറയുന്നതിനും കൂലി വാങ്ങുക എന്ന രീതിയിലാണ് ഫുഖഹാക്കളിൽ ചിലർ ഈ ആയത്തുകൊണ്ട് ഈ ഒരു മസ്അല അവതരിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. ഹനഫി മദ്ഹബിൽ വിശിഷ്യ പൂർവികർ ഈ ഒരു കടുത്ത നിലപാടുകാരാണ്. ഹംബലി മദ്ഹബിലെയും പല ഫുഖഹാക്കൾക്കും ഈ ഒരു അഭിപ്രായമാണുള്ളത്. വിശിഷ്യ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി വാങ്ങൽ നിരുപാധികം അനുവദനീയമല്ല, ഇതാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചവരാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് മാലിക്കി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും ഫുഖഹാക്കൾ ഈ അഭിപ്രായക്കാരാണ്. ഖുർആൻ പഠിപ്പിക്കുന്നതിന് കൂലി സ്വീകരിക്കൽ അനുവദനീയമാണ് എന്ന അഭിപ്രായമുള്ളവർ. ദാഹിരിയ മദ്ഹബിൻ്റെ ഫുഖഹാക്കളും ഈ അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയും പിൽക്കാലക്കാരായ ചില ഹനഫി ഫുഖഹാക്കളും ഹാജത്തിനും ദറൂറത്തിനും ഖുർആൻ പഠിപ്പിക്കുകയായാൽ കൂലി വാങ്ങാം എന്നുള്ളയിടത്താണ്. ഒരാൾക്ക് ആവശ്യമാണ് എങ്കിൽ, അനിവാര്യമാണ് എങ്കിൽ കൂലി വാങ്ങാം, അതില്ല എങ്കിൽ കൂലി സ്വീകരിക്കാൻ പാടില്ല എന്ന നിലപാട്. ഇവിടെ ശരിയുടെ പക്ഷം ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്. കൂലി വാങ്ങൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവിടുത്തെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞൊരു വചനം കേൾപ്പിച്ചതിന് ശേഷം അനുവദനീയം എന്നതിൻ്റെ തെളിവ് എന്തെന്നതിലേക്ക് നമുക്ക് വരാം. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അമ്മ തഅലീമുൽ ഖുർആൻ വൽ ഇൽം ബിഗൈരി ഉജ്റത്തിൻ ഫഹുവ അഫ്ദലുൽ അഅമാൽ വ അഹബ്ബുഹാ ഇലല്ലാഹ്. ഖുർആൻ പഠിപ്പിക്കുക, മറ്റ് അറിവുകൾ പഠിപ്പിക്കുക എന്നത് എങ്ങനെ കൂലി വാങ്ങാതെ, കൂലിയില്ലാതെ, അത് ഏറ്റവും ശ്രേഷ്ഠവും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ കർമ്മമാകുന്നു. വഹാദ മിമ്മ യുഅലമു ബിൽ ഇദ്തിറാർ മിൻ ദീനിൽ ഇസ്ലാം. ദീനിൽ അനിവാര്യമായും അറിയപ്പെട്ട വിഷയമാണത്. കൂലിയില്ലാതെ പഠിപ്പിക്കൽ ശ്രേഷ്ഠകർമ്മമാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് എന്ന വിഷയം. വസഹാബത്തു വത്താബിഊൻ വതാബിഉ താബിഈൻ വഗൈറുഹും മിനൽ ഉലമാഇൽ മശ്ഹൂരീൻ ഇൻദൽ ഉമ്മത്തി ബിൽ ഖുർആനി വൽ ഹദീസ് വൽ ഫിഖ്. സഹാബത്ത്, താബിഉകൾ, തബഉ താബിഈങ്ങൾ, മറ്റു പ്രസിദ്ധരായ ഉലമാക്കളൊക്കെ ഇന്നമാ കാനു യുഅല്ലിമൂന ബിഗൈരി ഉജ്റ, കൂലിയൊന്നും പറ്റാതെയായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. വലം യകും ഫീഹിം മൻ യുഅല്ലിമു ബി ഉജ്റത്തിൻ അസ്ലൻ, കൂലിക്ക് പഠിപ്പിക്കുന്നവർ അവരിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായത്.